ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഐദാവൺ. ഈ ഗെയിമിൽ ഞാൻ നല്ല പ്രോ ആണ് ഗൈസ്. ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ തോക്കൂ. അത് എത്രാമത്തെ ലെവലാണെന്ന് എനിക്കറിയാം ഗൈസ്. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒന്നിനും കമൻറ്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം കമൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ളും പോവും. കമൻറ്റ് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല. ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇതൊക്കെ ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം ഗൈസ്. അതുകൊണ്ടില്ലേ ഇതൊക്കെ ചെയ്യണം പറഞ്ഞുള്ളൂ ഗൈസ്. ഞാൻ ഇതിനകത്തുള്ള എല്ലാത്തിലും ഞാൻ പ്രോ ആണ് ഗൈസ്. അവൻ ചത്തില്ല. യെസ്, കണ്ടാ ഗൈസ്. കണ്ട ഇങ്ങനെ ജാക്കി ചാനെ ഇത് ഇല്ലേ ഫൈറ്റ്, ഇത് വേറെ തരം ഫൈറ്റാണ്. ഇത് കുൻഫു അല്ല കേട്ടാ. കുൻഫു പോയി വേറെ ഏതെങ്കിലും പോയി പടി. ഐദാവൺ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. നീ പോടാ. ഇതേത് ചാവാത്ത എന്തിനും പോടാ. ജാക്കി ചാൻ ഗൈസ്. ജാക്കി ചാൻ ഗൈസ്. രണ്ടാമത്തേന് ജാക്കി ചാനെ മേടിച്ചില്ല, കാരണം ഞാനല്ലേ പ്രോ. ഒരടി ഇടിക്കും. ജാക്കി ചാൻ പോകുന്നുണ്ട്. അറിയാം ജാക്സൺ. നിങ്ങൾക്ക് മൈക്കൽ ജാക്സനെ അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റ് ചെയ്തേ പറ്റൂ. മൈക്കൽ ജാക്സനെ ഞാൻ ഫുള്ളും കണ്ടിട്ടുണ്ട്. മൈക്കൽ ജാക്സൺ ഇല്ല, എങ്ങനെയോ മരിച്ച്, ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത് എനിക്കറിയാം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങളൊന്ന് മൈക്കൽ ജാക്സന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കില്ല. മൈക്കൽ ജാക്സന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഡ്രഗ്സ് അടിച്ച് കല്ലും കുടിച്ചിരിക്കുകയാണ് മൈക്കൽ ജാക്സൺ. വർഷങ്ങളായി മരിച്ചിട്ട്. മൈക്കൽ ജാക്സനൊക്കെ ഇറങ്ങിയതില്ലേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എത്രയോ മില്യൺ, 1000 ട്രില്യൺ വർഷം കഴിഞ്ഞിട്ടാണ്. ട്രില്യൺ അല്ലെങ്കിൽ മില്യൺ അല്ലെങ്കിൽ ബില്യൺ ഏതെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഫിനിറ്റി തീരൂല, അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അല്ല, ഇൻഫിനിറ്റി വെച്ച് കൂട്ടാൻ പറ്റൂല, അതിങ്ങനെ പൊക്കോണ്ടല്ലേ ഇരിക്കണത്. അല്ലാതെ ഇല്ലേ മൈക്കൽ ജാക്സൺ മരിച്ചതിനും പിന്നെ ഇൻഫിനിറ്റി വർഷം കഴിഞ്ഞാലും ഇതിന് രണ്ടിനും ഒന്നില്ല ഗൈസ്. ചത്തു. അടിപൊളിയല്ലേ ഗൈസ്. ഞാൻ തന്നെ ഞാൻ ചിലപ്പോൾ മനഃപൂർവ്വം ഇറങ്ങിപ്പോയി മരിക്കും ഗൈസ്. ഞാൻ ഇല്ലേ അന്ന് എന്തുവായിരുന്നു ഗൈസ്, ഞാൻ ഇല്ല അന്നില്ലേ ഗൈസ്, ഞാൻ അന്നില്ലേ ഒരു ദിവസം ഞാൻ ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിൽ നിന്ന് നേരെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പോയിട്ടുണ്ട്. ശരിക്കും ഇല്ലേ, എന്നെ കണക്ക് വേറെ ഒരാൾ ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുണ്ട്, GT5 ഉണ്ട്, കുറേ എണ്ണത്തിലുണ്ട് ഞാൻ. എനിക്കില്ലേ എല്ലാവരുടെ മൈൻഡിലും കയറാൻ പറ്റും. മാത്രമല്ല എനിക്ക് അവരുടെ ബോഡി കയറി ഇല്ലേ ഫൈറ്റ് നിർത്താനും പറ്റും. പക്ഷെ
പക്ഷേ ഈ ഫൈറ്റ് നിർത്താതെ ഇല്ല, ഇങ്ങനെ അടിച്ച് അവരെ കൊന്ന നല്ല പൈസ കിട്ടും ഗൈസ്. ഞാൻ ജയിച്ചപ്പം യെസ്. ഇനി പിങ്ക് സോൾജറിനെ വക വെക്കണം, അല്ലെങ്കിൽ വല്ലതും കിട്ടും. ആഹാ, കൊള്ളല്ലോ കൊള്ളല്ലോ കൊള്ളാലോ ഗൈസ്. ഗൈസ് ഈ വീഡിയോ കുറേ നേരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വ്യൂസ് ഇടാതിരിക്കല്ലേ, എല്ലാവരും കാണണം. നല്ല വ്യൂ ചത്ത് ഗൈസ്. ഇത് നല്ല ഒരു വലിയ വീഡിയോ ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഇടാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ വീഡിയോ ഇടണം ഗൈസ്. ചുമ്മാ പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാനൊക്കെ അറിയാമെങ്കിൽ പറയാം ഗൈസ്. പറഞ്ഞാൽ കൊള്ളാം. അവൻ ചത്തി. ഇനി എനിക്ക് 9 എണ്ണവും കൂടെ ഉള്ളൂ. 9 എണ്ണവും കൂടെ ഗൈസ്. 9 എണ്ണം. ആര്യൻ എല്ലാവരും എനിക്ക് വേണ്ടി ആപ്പ് വിളിക്കുവാണ്. ആര്യൻ തീർന്നോ? കുഴപ്പമില്ല ഗൈസ്. ആപ്പ് വിളിക്കണത് ഞാൻ ചുമ്മാ വിളിച്ചേന് ആപ്പ്. പക്ഷേ ഇല്ലേ, ഗെയിമിൽ അങ്ങനെ ആരും ആപ്പ് വിളിക്കില്ല. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഐഡി? ഇനി 8 എണ്ണം കൂടെ ഉള്ളൂ. എൻ്റെ ഐഡി ഇഷ്ടപ്പെട്ട ആൾ ഇല്ലേ, ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഗൈസ്. കമൻറ്റിലില്ലേ നിങ്ങൾ എന്നെക്കുറിച്ച് വല്ലതും അയക്കേ, അപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് കാണിക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഈ പെണ്ണിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അടിക്കാൻ തോന്നുന്നില്ല, പക്ഷെ അടിച്ചല്ലേ പറ്റൂ. ഇവർക്ക് എന്നെ ഒന്ന് ഓർമ്മയില്ല. ഇവളെ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. ഇവളെ ഞാൻ എവിടെയോ കണ്ടുവച്ചിട്ടുള്ള പോലെ. പലവരും പല രീതിയിൽ വരും, പക്ഷെ ഇവളെ എനിക്ക് നല്ല കണ്ടുപരിചയം ഗൈസ്. ഇതാരെന്നറിയാവോ ഗൈസ്? ഞാൻ ജയിച്ച് ഗാന്ധിജിയാ ഗൈസ്. ആരടുത്തും പറയണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലവർ ഉണ്ടോ? എനിക്കുണ്ട്. അതേ പെണ്ണ് സെറ്റായി 2 എണ്ണം. ജെൻസിയും പിന്നെ ഏഞ്ചലീനയും. എങ്ങനെയുണ്ട് ഗൈസ്? പെരുവെള്ളമോ? ലവേഴ്സ് മാത്രമല്ല, എനിക്ക് ലവറാണ്. ഞാൻ ഇപ്പോൾ 2 എണ്ണം പറഞ്ഞ. ഗേൾ ഫ്രണ്ട് 4 എണ്ണം ഉണ്ട്. ശരി, പറയുകയാണ് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര്. അതാണ് ഞാൻ ഗാന്ധിജിയെ കൊന്നു. ഗൈസ്, അപ്പം എൻ്റെ 4 ഗേൾ ഫ്രണ്ടിൻ്റെ പേര് സന മുസ്ലിമാണ്. സന, പിന്നെ ഇല്ലേ അവന്തിക. പിന്നെ അവന്തിക നല്ല പെണ്ണാണ്, പേര് കേട്ട ഉള്ളതെങ്കിലും നല്ല പെണ്ണാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഇടി? അതിന് 2 പേരും കൂടെ ഉണ്ട്. ജെന്നസ്, പിന്നെ ഇല്ലേ ജോളി. ജോളിയല്ല തെറ്റിപ്പോയി ജോൾസി. ഈ പേരിട്ട ഇല്ലേ ഒരു ആണിനെ കണക്കാണെങ്കിൽ അവൾ ഇച്ചിരി ഫ്രീക്കാണ്. എനിക്ക് അവളെ കിട്ടിയ ഗൈസ്. പിന്നെ ഇല്ലേ ഈ റെഫറിനെ ഒന്ന് കൊണ്ടില്ല. എടാ മെസ്സിനെ എനിക്കിഷ്ടമല്ല. എനിക്ക് റൊണാൾഡോനെ ഇഷ്ടമുള്ളൂ. മെസ്സി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് റൊണാൾഡോനെ നെയ്മറിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. റൊണാൾഡോയും നെയ്മറും ഫ്രണ്ടാണ്. അല്ല, എനിക്ക് നെയ്മറിനെ ഇഷ്ടമാണ്. എനിക്ക് മെസ്സിനെ മാത്രമാണ് ഇഷ്ടമല്ലാത്ത. ഈ മെസ്സിനെ കൊല്ലുമല്ലേ? ഈ മെസ്സി എന്നെ കൊല്ലില്ല, ഞാൻ മെസ്സിയെ കൊല്ലും. ഓ എങ്ങനെയുണ്ട് ഗൈസ്? ജോണത്തനാ സ്ട്രേഞ്ചർ തിങ്സിൽ ജോണത്തൻ. ഇനി എനിക്ക് ആകെ 3 എണ്ണം കൂടെ ഉള്ളൂ. 3 എണ്ണം കൂടെ അല്ല 4 എണ്ണം കൂടെ. ഇനി എനിക്ക് 3 എണ്ണം. ഞാൻ ഇതും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് 3 എണ്ണം.
അല്ല, ഇനി എനിക്ക് 2 എണ്ണം തെറ്റിപ്പോയി ഗൈസ്. ഇനി എനിക്ക് 2 എണ്ണം. ഞാൻ കൊന്നു. അവൻ്റെ ചുങ്ങാമണിക്കിട്ട് ഒരെണ്ണം കൊടുത്തു. ഗൈസ്, നിങ്ങൾക്ക് ഒരു ഇനി എനിക്കാകെ 2 എണ്ണവും കൂടെ. ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇത് ഞാൻ ഇല്ലേ 20ാമത്തെ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം, ലെവൽ 20. പക്ഷേ ഇല്ലേ അല്ല, ലെവൽ 29 കൂടെ ഇനി കിടക്കാറുണ്ട്. ഇത് ലെവൽ 29ആണ്. ഇനി ലെവൽ 30 ഉണ്ട്. ലെവൽ 31, ലെവൽ 32, ഇങ്ങനെ പോയി 40 വരെ ഉണ്ട് ലെവൽ. ഗൈസ്, ഞാൻ കോട്ടയ്ക്ക് മത്സരിക്കുക. ഒറ്റ ഇടി ഇടിച്ച് പറന്നുപോയി. ഞാൻ പറപ്പിച്ചു വിട്ടു. എങ്ങനെ ഇരിക്കരുത് ഗൈസ്. നിങ്ങൾ പുതിയൊരു സിനിമ കണ്ട ചത്തപ്പച്ച കണ്ടിട്ടുണ്ടോ ഗൈസ്? അടിപൊളി, എല്ലാത്തിലും ഫൈറ്റാണ്. ഇതെന്ത് പറ്റി? ഞാൻ വീണ്ടും ഒരു വട്ടം കൂടെ കളിക്കണമായിരിക്കും ഗൈസ്. ചത്താപ്പച്ചയിൽ എല്ലാം ഫൈറ്റ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം പോലെ ഇല്ലാത്തില്ല. നിങ്ങളതും കണ്ടോക്ക്. എൻ്റെ ദൈവമേ, അതിനകത്തില്ലേ എന്തായിരുന്നു, സാവിയില്ലേ, എന്തായിരുന്നു സാവിയില്ലേ, മറ്റേ കട്ടിലടി ആരെ കടിച്ചെന്നറിയാവോ ഗൈസ്? ഞാൻ ജയിച്ചു. കട്ടിലടി ആരെ കടിച്ചെന്നറിയാവോ? ഞാൻ പുതിയ സ്ഥലത്തെത്തി ഗൈസ്. ആ കട്ടിലടി ആരെ കടിച്ചെന്നറിയാവോ? 2 പേരെയാണ് അടിച്ചത്. അത് ഫസ്റ്റ് അടിച്ചതില്ലേ മറ്റേ അവൻ്റെ വെട്രിയുടെയും പിന്നെ സാവിയുടെ അനിയനായ ലിറ്റിലിനെയാണ് ഫസ്റ്റ് ലിറ്റിലിനെയാണ് ഫസ്റ്റ് മറ്റേ കട്ടിലടി അടിച്ചത്. എന്നിട്ടില്ലേ എന്താ ചെറിയാനെ അടിച്ച് ലാസ്റ്റത്തെ സീനിൽ ചെറിയാനെ അടിക്കണ പിന്നെ കണ്ടല്ല. എന്തുവായിരുന്നു സാവിനെയും വെട്രീനെയും എന്തായിരുന്നു ലിറ്റിലിനെയും സാവിനെയും വെട്രീനെയും എനിക്കിവരെ 3 പേരെ ഇഷ്ടമാണ്. RDH 3 നായകന്മാർ, അതേപോലെ തന്നെ ചത്താപ്പച്ചയിൽ 3 നായകന്മാർ. പക്ഷെ അവർക്കൊരു ടീമുണ്ട് ചത്താപ്പച്ചയിലെ. അവർക്ക് ഇതായിരുന്നു സാവിക്കും പിന്നെ ഇല്ലേ ലിറ്റിലിനും പിന്നെ വെട്രിക്കും. ഇവർക്ക് 3 പേർക്കും ഒരു ടീമുണ്ട്. പക്ഷേ ഇല്ലേ വെട്രി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ടീമുണ്ടായത്. വെട്രി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വെട്രീൻ്റെ കൂടെ ഒരു ടീമായത്. ചെറിയാൻ്റെ അച്ഛനാണ് ഈ കല്ലത്തമാനി. അപ്പം ഈ കല്ലത്തമാനീനെ ഇല്ലേ വെട്രിയും സാവിയും പിന്നെ ഇല്ലേ എന്തായിരുന്നു ലിറ്റിലും കൂടെ ചെറിയാൻ്റെ അച്ഛനെ അടിച്ച്. കൊച്ചിലെ ആ തടിയനെ എങ്ങനെയൊക്കെയോ അടിച്ചിട്ട് അതില്ലേ ലിറ്റിലിൻ്റെ ചെവി കയറി ഇങ്ങനെ ആങ്ങി നുള്ളി. പക്ഷെ ലിറ്റിലിന് വേന എടുത്തില്ല. പക്ഷെ ഇല്ലേ അതിനകത്ത് ഏറ്റവും വലിയ സീനായിരുന്നു സാവിയുടെ എൻട്രി
ഓ അടിപൊളിയാണ് മച്ചാനെ. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? സോറി. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് നീ അറിയണം എൻ്റെ മോനെ. ഭയങ്കര പുട അടിച്ചു വിടും, പെറ്റിയൊന്നും നോക്കൂല, അങ്ങ് അടിച്ചു വിടും. ഹെൽമെറ്റ് പോലെ ഇടാതെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു വട്ടം വീഴാൻ പോയപ്പോ പപ്പയില്ലേ സ്റ്റണ്ട് അടിച്ച് ഒറ്റ കാല് വെച്ച് ഇങ്ങനെ പൊക്കിപ്പോയി. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ പപ്പ അങ്ങനെ ചെയ്ത് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് വെച്ച്. അതില്ലേ എന്തോ അമ്മച്ചി നല്ല സ്പീഡ് അടിച്ചിട്ടാണ് നല്ല സ്പീഡ് അടിച്ച് ഗൈസ്. എന്നിട്ടില്ലേ മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ ടയറില്ലേ ഇങ്ങനെ പൊക്കി വെച്ച് ബാക്കിലത്തെ ടയർ വെച്ച് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടില്ലേ ഗൈസ്. വീഡിയോ എത്രയും ലൈക്ക് ചെയ്തോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്